വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ വീക്ഷണം പ്രകടിപ്പിക്കുന്ന പോർട്ട്ഫോളിയോസ് ആണ്. അത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്. പ്രിയപ്പെട്ട കേരളത്തിന്റെ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി, ഈ നാടിന്റെ അഭിമാനം, ജനാധിപത്യ കേരളത്തിന്റെ, മതേതര കേരളത്തിന്റെ പുതിയ യുഗം, പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ അവറുകൾ ഈ സ്നേഹ സ്വീകരണത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീമതി പ്രിയങ്ക, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ മമ്മുക്ക, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, ഈ നഗരത്തിന്റെ പൗരാവലിയെ പ്രതിനിധാനം ചെയ്ത് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാൻ ഈ നഗരത്തിന്റെ തൊട്ടടുത്ത ഒരു ഗ്രാമത്തിൽ നെട്ടൂരിലാണ് ജനിച്ചത്. ഇവിടെ ഞാൻ കളിച്ചു വളർന്ന നഗരമാണ്, പഠിച്ചു വളർന്ന നഗരമാണ്. ഈ നഗരത്തിലായിരുന്നു എന്റെ ബാല്യവും എന്റെ കൗമാരവും എന്റെ യുവത്വവുമെല്ലാം. ഞാൻ പഠിച്ചത് തേവര കോളേജിലാണ്, പിന്നെ രാജഗിരിയിൽ പഠിച്ചു, പിന്നീട് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയെങ്കിലും വീണ്ടും അഭിഭാഷകനായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചു വന്നു. ഈ ജില്ലയുമായും ഈ നഗരവുമായും എനിക്കുള്ള ബന്ധം അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. നിങ്ങൾക്കറിയാം, ഞാനും ശ്രീ TJ വിനോദ്, നമ്മുടെ എറണാകുളം MLA, ഞങ്ങൾ വിനോദിന്റെ സ്കൂട്ടറിലും എന്റെ ബൈക്കിലും ഈ ജില്ല മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഒരു കാലഘട്ടം ഈ ജില്ലയിൽ എല്ലായിടത്തും പല സ്ഥലത്തും പോയി രാത്രി പല സുഹൃത്തുക്കളുടെയും വീട്ടിൽ താമസിച്ച് സംഘടനാ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ആണ് ഈ നഗരത്തെയും ഈ ജില്ലയെയും അടുത്തറിഞ്ഞ് വളർന്നു വന്ന ഒരാളാണ്. പിന്നീട് വളരെ ചെറുപ്പത്തിൽ സർവകലാശാല യൂണിയൻ ചെയർമാനായപ്പോൾ എന്നും ഓർത്തുവെക്കാനുള്ള ഒരു വലിയ സർവകലാശാല യുവജനോത്സവം ഈ നഗരത്തിൽ സംഘടിപ്പിച്ചതും എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഉത്സവം 87, 87 86, 87 അങ്ങനെയാണ് വന്നത്. അപ്പൊ തീർച്ചയായും ഇന്ന് നമ്മൾ കളിച്ചു വളർന്ന നഗരത്തിന്റെ ആ ഹൃദയവികാരങ്ങൾ ഏറ്റുവാങ്ങാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം